ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനിവാസന്റെ കാര്യം ഇഷിത പറയുന്ന സമയത്ത് വിക്രമിന്റെ പേരും കൂടെ കാണുന്നു എന്ന് പറയുമ്പോൾ വിക്രം പറയും എനിക്ക് ഈ കാര്യത്തിൽ പേടിയൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. വിക്രം ഇങ്ങനെയൊക്കെ തന്നെയാ, അങ്ങനെ വിക്രത്തിന് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാൻ രണ്ടുപേരും കൂടെ വഴക്കടിക്കുന്നത്. ഉദ്ദേശിച്ച് ഇനി നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കൊന്നും വേണ്ട എന്ന് പറയാൻ ഇഷിത. അപ്പോൾ ഞങ്ങൾ വഴക്കടിക്കണമെന്നല്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് സ്നേഹിക്കണേന്നോ, വിക്രമിന് എന്താ നാണം വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ദീപ്തി വേദേശി എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആകെ ഞെട്ടിപ്പോകാൻ കേട്ടോ. അപ്പോൾ വിക്രം എഴുന്നേക്കാൻ പോകുമ്പോൾ വേണ്ട വേണ്ട ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ദീപ്തി ജ്യൂസൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ദീപ്തി ഇതാ ഞാൻ ജ്യൂസും കൊണ്ടുവന്നാണ്, ഇങ്ങോട്ട് തന്നേക്ക്, ഞാനകത്തേക്ക് വരാൻ ചേച്ചി എന്ന് പറയട്ടോ. വേണ്ട വേണ്ട ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്, ദീപ്തി പൊക്കോ ഞാൻ കൊടുത്തോളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ അടച്ചിരുന്ന് സംസാരിക്കാനും മാത്രം എന്താണ് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് ദീപ്തി. പിന്നെ താഴത്തേക്ക് വരികയാണ്. അന്നേരം പത്മ ചോദിക്കുന്നുണ്ട്, ദീപ്തി നിനക്ക് ആ കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കായിരുന്നല്ലോ എന്ന് പറയുകയാണ്. എന്നെ മുറിയിലേക്ക് പോലും വേദിച്ച് കയറ്റിയില്ല, അടച്ചിട്ടിട്ട് എന്തോ ഡിസ്കഷനാണെന്ന് തോന്നുന്നു, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കാൻ കേട്ടോ വർഷ. ചെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ ചോദിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നീ എന്തായാലും ആ കൊച്ചിനെ വിളിച്ചുകൂടെയെന്ന് ചോദിക്കാൻ കേട്ടോ പിന്നെയും പത്മം. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം, വേദിച്ച് സമ്മതിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാൻ. അപ്പോഴേക്കും വർഷം എഴുന്നേക്കാണ്, ഞാൻ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുകയാണ്. അങ്ങനെ ഇഷിത പറയുന്നുണ്ട് വേദനോട്, അതെ ഇതിൽ റിസ്ക് ആണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. റിസ്ക് ആണെന്നൊക്കെ അറിയാം, പിന്നെ റിസ്ക് എടുക്കുന്നതിലൊരു രസമൊക്കെ ഇല്ലേ, പിന്നെ എല്ലാവർക്കും എൻ്റെ മുറി പരിശോധിക്കലല്ലേ എപ്പോഴും ജോലി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വാതിലിൽ മുട്ടുന്നതും വർഷ വിളിക്കുന്നതും കേൾക്കുന്നത്. അങ്ങനെ വേഗം തന്നെ വേദം എഴുന്നേറ്റ് ചെല്ലാണ് കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ വർഷനോട്. അല്ല നിൻ്റെ ഒരു കൂട്ടുകാരി വന്നെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇഷിത വേഗം പുറത്തേക്ക് വരികയാണേ. അതെ ഞാനാണ് വന്നത് എന്ന് പറയാൻ കേട്ടോ. ഓ എൻ്റെ പേര് ഇഷിത, അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടാണ് കേട്ടോ. അങ്ങനെ നിങ്ങളെന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്, താഴേക്ക് വാ, ഞാൻ താഴേക്ക് വരാൻ പോകായിരുന്നു, അപ്പോഴാണ് വർഷയെടുത്തി വന്നതെന്ന് പറയട്ടോ. ഇവിടെ എന്തോ ഒരു മരുന്നിൻ്റെ മണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മണം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറും. ആ മരുന്നിൻ്റെ മണം എന്ന് പറയുന്ന സമയത്ത് തന്നെ വിക്രം ആ മരുന്ന് കൊടുത്തിട്ട് ബാത്റൂമിലേക്ക് മാറിയിട്ടുണ്ടാവുകയും അങ്ങനെ അവിടെയൊക്കെ വന്ന് നോക്കുകയാണ് കേട്ടോ. അല്ല എന്തോ മരുന്നിൻ്റെ മണം വരുന്നുണ്ട്, അത് ഞാൻ പുറമേനായിട്ടൊരു മരുന്ന് അടിച്ചതാണ്, ഇത് എന്തൊക്കെ അറിയണം, വർഷയെടുത്തി എന്താ ഡിറ്റക്റ്റീവ് ആണോ, ഞാൻ അന്ന് മുതൽ ശ്രദ്ധിക്കുന്നതാണ് വർഷയെടുത്തി ഒരുമാതിരി പെരുമാറ്റം, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക അതെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്നെ പറ്റി എന്താ വിചാരിക്കുക, എന്നാൽ വായു എന്ന് പറഞ്ഞിട്ട് വർഷേനെ വിളിച്ചിങ്ങായിട്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ ആ മരുന്നും പൊതിയും കവറൊക്കെ പിടിച്ചിങ്ങായിട്ട് ബാത്റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വക്കീലും രാജേട്ടനും അതുപോലെ ജോസഫും സജീവനൊക്കെ കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ശ്രീനിവാസനെ ജാമ്യത്തിലെടുക്കാനായിട്ട്. അങ്ങനെ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ജാമ്യം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ വകുപ്പുകളുടെ കാര്യം പറയാണ്. വകുപ്പ് 153 കൂടെ ഉള്ളത് കൊണ്ട് ജാമ്യം കിട്ടാൻ തരില്ല എന്ന് പറയാൻ കേട്ടോ. 153 ഇതിൽ മുമ്പ് ഉണ്ടായിരുന്നതല്ലോ, ഇപ്പം ചേർത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കോടതിയുടെ തീരുമാനമാണ്, അതനുസരിച്ചായിട്ടാണ് പോണത്, ജാമ്യം കിട്ടൂല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ശ്രീനിവാസനെ കാണണമെന്ന് വക്കീൽ പറയണം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, കാണാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് കാണിക്കാൻ കൊണ്ടുപോകുകയാണേ. ശ്രീനിവാസനാണെങ്കിൽ ജയിലിൻ്റെ ഉള്ളിൽ കസേരൊക്കെ ഇട്ടിരുന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണത്. എന്നിട്ട് ശ്രീനിവാസൻ അവരെ കാണുമ്പോൾ പറയുന്നത് എനിക്ക് VIP പരിഗണനയൊക്കെ തന്നിട്ടുണ്ട്, കസേരയും പത്രമൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ വക്കീൽ പറയും പക്ഷേ FIR എന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞു 153 കൂടെ കയറ്റിയിട്ടുണ്ടല്ലേ അവർ എന്ന് ചോദിക്കണം. അതെ ജാമ്യം കിട്ടാൻ വകുപ്പില്ല, എന്തായാലും അത് നമുക്ക് കോടതിയിൽ വാദിക്കാൻ പറ്റുള്ളൂ, അത് സാരില്ലടോ, ഒരു ദിവസത്തെ കാര്യമില്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഇവിടെ ഒരു ദിവസം കിടക്കണമെന്നല്ലേ ഉള്ളൂ, നാളെ കോടതിയിൽ ഹാജരാകുമ്പോൾ അത് ശരിയാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രാജേട്ടനോട് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് രാജ മറ്റുള്ള വിശേഷങ്ങൾ. അപ്പോൾ രണ്ടുപേരെയും കാര്യമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്, ഒരു വിവരവും കിട്ടിയില്ല, ആ പുളിക്കനെ വിശ്വസിച്ചതാണ് പറ്റിയ തെറ്റി, ഇത്രയും കാലം കൂടെ നിന്നിട്ട് അവൻ ചതിക്കായിരുന്നു, എന്തായാലും പുളിക്കൻ ആരുടെയും നിയന്ത്രണത്തിന് കീഴിലാണ്, മാത്രമല്ല ഞാനിപ്പോൾ അറസ്റ്റിലായതിൻ്റെ പിന്നിലും വേറെ ആരോ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഞാൻ പുറത്തിറങ്ങട്ടെ എന്നൊക്കെ ശ്രീനിവാസനും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വാസവനും ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ശ്രീകാന്താണെങ്കിൽ വലിയ സന്തോഷത്തിലാണ് കേട്ടോ ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്തത് കൊണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, കേസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാവില്ല, വക്കീൽ ജാമ്യം എടുക്കാൻ പോയിട്ട് അതേപടി തിരിച്ചു വന്നെന്നാണ് കേട്ടത്, എന്തായാലും ജാമ്യം കിട്ടൂലോ, ഇനിയിപ്പോൾ നാളെ കോടതിയിൽ ഹാജരാക്കിയാലും കോടതിയിൽ നിന്നും ജാമ്യം കിട്ടൂല, അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസവനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ.
കേട്ടോ. അപ്പോൾ ഈ ഇലക്ഷനിൽ എന്തായാലും വാസവൻ തന്നെ ജയിക്കും. ശ്രീനിവാസൻ എന്തായാലും ജയിലിലായിരിക്കുമല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വാസനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്, എന്താ വാസവ താനൊന്നും മിണ്ടാത്തത് എന്ന് പറയട്ടെ. ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ അല്ല, എനിക്കിപ്പോൾ ഇതിലൊന്നും സന്തോഷിക്കാൻ കഴിയുമില്ല. എനിക്ക് പ്രധാനം എൻ്റെ മോനെ കൊന്ന ആളെ കിട്ടുക എന്നത് മാത്രമാണ് എന്ന് പറയട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്ന കാണുമ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അതിനും കൂടെ ഉള്ള വഴിയായിട്ടല്ലേ നമ്മളിപ്പോൾ ഇതൊക്കെ ഉള്ളത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതല്ല ഇത് ഇനിയിപ്പോൾ ഏത് രീതിയിൽ മാറിയെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നൊരു ശ്രീകാന്ത് പറയുകയാണേ. ഇനിയിപ്പോൾ ശ്രീനിവാസിൻ്റെ അറസ്റ്റ് വിക്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് വരും. ആ നിലയ്ക്ക് നമുക്ക് ഈ ഇലക്ഷൻ്റെ ഇടയിൽ വിക്രമിനെ നമുക്ക് തീർക്കാമെന്ന്, അവനെയും തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത് എന്നൊക്കെ പറയൂട്ടോ. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും നടക്കും. ഞാൻ ഈ MLA ആയിട്ട് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടും ബാക്കിയുള്ള അധികാരം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും, അതുറപ്പാണ്. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നടക്കണം എന്നൊക്കെ വാസവൻ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, അതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും, ഈ ഇലക്ഷൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ കാര്യം നമ്മൾ ശരിയാക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡീൽ എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി ഒരുമിച്ച് കൈയൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രം ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അടിയിൽ അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഉച്ച സമയം. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ദീപ്തി ഇങ്ങനെ കഴിക്കണില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ നുള്ളി ഇരിക്കുകയാണ്. അപ്പോൾ പത്മ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ കഴിക്കീന്ന് പറയുന്നത്, ഇങ്ങനെ നുള്ളി ഇരിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ദീപ്തി എഴുന്നേറ്റ് പോയിട്ട് കൈ കഴുകാൻ കേട്ടോ. ഓ വിരഹതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർഷ പുച്ഛിക്കാണ് കേട്ടോ. അന്നേരം ദീപ്തി വന്നിട്ട് പറയാണ്, ശ്രീയേട്ടൻ പോയി നോക്കട്ടെ അപ്പം അറിയാം എന്ന് പറയട്ടെ. എന്താടി നീ പറഞ്ഞത്? ആ ശ്രീയേട്ടൻ പോയി നോക്കട്ടെ അപ്പം അറിയാം ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കേട്ടില്ലേ അമ്മ അവള് പറഞ്ഞത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പത്മം പറയും, ഓ ഒന്നും മിണ്ടാതിരിക്കും, 2 പേരും കൂടി ഇങ്ങനെ തുടങ്ങലേന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ മോൻ മരിച്ചു പോകുന്നതിനെ കുറിച്ച് അവൾ പറഞ്ഞത് തെറ്റിയാണ്, പക്ഷേ ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ അങ്ങനത്തെ അല്ലേ, അതുകൊണ്ട് തല്ലി പിടിക്കേണ്ടത് ഞാൻ പറഞ്ഞതാണെന്ന് പറയുകയാണെ. അങ്ങനെ വേദ വരികയാണ് കേട്ടോ. വേദ വരുമ്പോൾ, ആ നീ വന്നോ, ഇരിക്കി ഭക്ഷണം കഴിക്കാൻ പറയും. ഞാൻ മോളിൽ ഇരുന്ന് കഴിച്ചോളാന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വർഷ പറയും, ആഹാ ഇത് ഇങ്ങനെ ഒരെണ്ണം, എന്താ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ, ഞങ്ങൾക്ക് എന്താ അയിത്വം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, അയിത്വവും ആഭിജാത്യവും അതുപോലെ ദുരഭിമാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നത് ആരാണെന്ന് ഞാൻ പറയണോ എന്ന് ചോദിക്കാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വേദ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, വേദ നീ അതൊന്നും കാര്യമാക്കണ്ട, നിനക്ക് ചോറ് വേണമെന്നുണ്ടെങ്കിൽ ചോറ് എടുത്തുകൊണ്ട് പോക്കോ, അതിൽ പ്രത്യേകിച്ചൊന്നും ഇനി ഇവരോട് പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പത്മം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ, എൻ്റെ മുഖം കാണുന്നതുകൊണ്ടാണോ? വർഷേടത്തിൻ്റെ മുഖം മാത്രമല്ലല്ലോ, വർഷേടത്തിനെ കാണുമ്പോൾ വർഷേടത്തിൻ്റെ ഭർത്താവിന് ഓർമ്മ വരും, അതുപോലെ തന്നെ വർഷേടത്തിൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ വർഷേടത്തിൻ്റെ അച്ഛനെ ഓർമ്മ വരും എന്ന് പറയട്ടെ. എൻ്റെ അച്ഛൻ നിന്നോട് എന്ത് ചെയ്തു, അതേ സമയം കിട്ടുമ്പോൾ കാണുമ്പോൾ ചോദിച്ചു നോക്കിയാൽ മതി എന്ത് ചെയ്തു എന്നൊക്കെ എന്ന് പറയട്ടോ. അപ്പോൾ പത്മം പറയും, വേദ നീ മിണ്ടാതിരിക്കും, നീ ചോറെടുത്ത് പൊക്കോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചോറെടുക്കാൻ കേട്ടോ വേദ. അപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ ചോറെടുക്കുകയാണ്, ഇങ്ങനെ കോരി ഇടാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വർഷം ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അയ്യോ ഇതെന്തോരം ചോറെടുക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വർഷ പറയും, ഇനിയിപ്പോൾ അതിനും കണക്ക് പറയണോ? അപ്പോൾ പറയും, നീക്ക് ആവശ്യമുള്ളത് എടുത്തോ എന്ന് പറയും കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ട്, 2 പപ്പടം എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ വർഷം ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ, ഇന്ന് ഇത്രയും ചോറെടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, അതെ അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ചിലപ്പോൾ ഡിപ്രഷനോ മറ്റോ ആയിരിക്കും. ഈ ഡിപ്രഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല വിശപ്പുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ കുറച്ചധികം ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു പറയും കേട്ടോ. അന്നേരം വർഷ പറയുന്നുണ്ട്, ഇത് ഡിപ്രഷനൊന്നുമല്ല, വയറ്റിലെ കൊക്കപ്പുഴുവാ, അല്ലാതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിന് ശേഷം വേദ ഭക്ഷണമായിട്ട് അകത്തേക്ക് ചെല്ലാണ്. അകത്തിങ്ങനെ ചെന്നിട്ട് നോക്കുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ വിക്രത്തിനെ വന്നിട്ട് വിളിക്കുകയാണ് കേട്ടോ. വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ വിക്രം എഴുന്നേക്കാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കാനിട്ട്. മരുന്നിൻ്റെ സെഡേഷൻ ആണെന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇങ്ങനെ വാതിലൊന്നും കുറ്റിയിടാതെ ഉറങ്ങിയിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയട്ടോ. ഞാൻ വിചാരിച്ചു നീ പുറത്തുനിന്ന് കുറ്റിയിട്ടുണ്ടാവുന്നു, എന്നാലൊന്ന് ക്രോസ് ചെക്ക് ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഇതേ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, പോയി കൈ കഴുകിയിട്ട് വന്നു പറയട്ടോ. ഞാനിങ്ങനെ കൈ കഴുകാനാണെന്ന് പറയട്ടോ. അത് ശരിയാണല്ലേ, ഞാൻ സ്പൂൺ എടുത്തൂല്ലല്ലോ, ഇനിയിപ്പോൾ പോയി എടുക്കാനും പറ്റില്ല, സാരില്ല വഴി ഉണ്ടാക്കാം, പോയിട്ട് കൈ കഴുകിയിട്ട് വായ കഴുകിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പിടിച്ച് തന്നെയാണ് കേട്ടോ വേദ കൊണ്ടുപോകുന്നത് ബാത്റൂമിൻ്റെ അവിടെ നിന്ന്. അതുപോലെ തന്നെ തിരിച്ച് കട്ടിലയിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്രമിനെ വേദനിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ കാലൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം കാണുമ്പോൾ ഇതെന്താ ഇത്ര അധികം ചോറ്, അത് നമുക്ക് രണ്ടുപേർക്കും ഈ ഒറ്റ പ്ലേറ്റിലോ എന്ന് ചോദിക്കും കേട്ടോ വിക്രം. അതെന്താ കഴിച്ചൂടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേദന നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേദന പിടിച്ചു കൊടുക്കുകയാണ്. അയ്യോ ഇങ്ങനെയോ എന്ന് ചോദിക്കാനിട്ട്. എന്താ ഞാൻ തന്നാൽ കഴിക്കൂലേ, അതല്ല എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, എന്നാൽ കഴിക്കി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ കൊടുക്കുന്ന ആ ഒരു ഉരുളൊക്കെ വിക്രം വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖമൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ പ്രമോണ് കാണിക്കുന്നത്. പ്രമോല് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേദ വിക്രമിന്. ഈ സമയത്ത് ശ്രീകാന്തിന് എന്തോ സംശയം തോന്നിയിട്ട് ശ്രീകാന്ത് മുകളിലേക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷം എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവിടെ ചെന്നിട്ട് വേദനയായിട്ട് വഴക്കടിക്കുകയാണ് കേട്ടോ. വേദന അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോൾ തൊട്ടു പോകരുത് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രീകാന്ത് വന്നത് മനസ്സിലാക്കി വിക്രമോ അവിടെ നിന്ന് മുകളിലേക്ക് മാറുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.